നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം. പഴയ ഭരണസമിതി നാളെ വീണ്ടും അധികാരമേൽക്കും. പിരിച്ചുവിടലിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി എ ഗ്രൂപ്പ്. ഹൈക്കോടതി ഉത്തരവ് ഐ ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. തലശ്ശേരി വളവുപാറ റോഡ് പണി നിലച്ചു. ഗതാഗത സ്തംഭനം പതിവായി. കച്ചവടക്കാർ ബുദ്ധിമുട്ടിൽ. പരസ്പരം പഴിചാരി കരാറുകാരും KSTP അധികൃതരും. ആക്ഷൻ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കാട്ടാമ്പള്ളി പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. കാട്ടാമ്പള്ളി ഷട്ടർ അടച്ചിട്ടതാണ് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഷട്ടർ തുറന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും മത്സ്യത്തൊഴിലാളികൾ. ബജറ്റ് തിരിച്ചടിയായി. ദിനേശ് ബീഡി വ്യവസായം പ്രതിസന്ധി. തിരിച്ചടിയായത് നികുതി വർധനവ്. 2 വർഷമായി പെൻഷൻ ലഭിക്കാതെ തൊഴിലാളികൾ. വാർത്തകളിലേക്ക്. പള്ളിക്കുന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം. പഴയ ഭരണസമിതി നാളെ വീണ്ടും അധികാരമേൽക്കും. അതിനിടെ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടാൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സഹകരണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എ ഗ്രൂപ്പ് കോടതിയെ സമീപിക്കും. കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയെ സഹകരണ വകുപ്പ് പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സഹകരണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ഭരണസമിതിയും എ ഗ്രൂപ്പും രംഗത്ത്. സഹകരണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഭരണസമിതി വക്താക്കൾ പറഞ്ഞു. അതിനിടെ ബാങ്ക് പ്രസിഡന്റ് MV പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നാളെ വീണ്ടും അധികാരമേൽക്കും. പള്ളിക്കുന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK രാഗേഷിനെ അനുകൂലിക്കുന്നവരാണ് ബാങ്ക് പ്രസിഡന്റ് പ്രദീപ് കുമാർ അടക്കമുള്ള ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ. ഐ ഗ്രൂപ്പിൽ സുധാകര പക്ഷത്തുണ്ടായിരുന്ന രാഗേഷും കൂട്ടരും അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഗ്രൂപ്പ് വിട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ സഹകരണ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഐ ഗ്രൂപ്പ് നേതാക്കൾ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നുവെന്നായിരുന്നു എ ഗ്രൂപ്പിന്റെ ആക്ഷേപം. ഐ വിഭാഗത്തിന്റെ പിന്തുണയോടെ 9 അംഗ ഭരണസമിതിയിലെ മുസ്ലിം ലീഗ് അംഗങ്ങളായ K ഉമ്മർ, AK മജീദ്, MP ഫിൽസറ എന്നിവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. ജീവനക്കാരുടെ നിയമനത്തിലെ അപാകതകൾ, സാമ്പത്തിക തിരിമറി എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. അതിനിടെ പള്ളിക്കുന്ന് സഹകരണ ബാങ്കിന്റെ മിനിറ്റ്സ് ബുക്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അനധികൃതമായി എഴുതി ചേർക്കുന്നുവെന്ന് ആരോപിച്ച ബാങ്ക് പ്രസിഡന്റ് MV പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ജയേഷിനെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് AR രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പോലീസും സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കി. മിനിറ്റ്സ് ബുക്ക് AR ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാട്ടാമ്പള്ളി പാലത്തിന് സമീപം പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കാട്ടാമ്പള്ളി ഷട്ടർ അടച്ചതാണ് ഇതിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ഷട്ടറുകൾ അടച്ചത്. കാട്ടാമ്പള്ളി പാലത്തിന് സമീപമാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. മാർക്കറ്റിൽ 600 രൂപ വരെ വില വരുന്ന നോങ്ങൽ, പെസല്ലി മത്സ്യങ്ങൾ വരെ ചത്തുപൊങ്ങിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് കാട്ടാമ്പള്ളി ഷട്ടർ പൂട്ടിയത്. ഷട്ടർ പൂട്ടിയതോടെ കാട്ടാമ്പള്ളി പുഴയിലെ ഒഴുക്ക് നിലച്ചതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കരുതുന്നു. അറവുശാലയിലെ മാലിന്യങ്ങൾ തള്ളുന്നതും ഈ ഭാഗത്താണ്. മാലിന്യം കൊണ്ട് ഇന്ത്യയിൽ ഏക ദുരിതം അനുഭവിക്കുകയാണ്. മാലിന്യങ്ങൾ നിറഞ്ഞു ഇരിക്കുകയാണ്. ഷട്ടറടക്കം ഗതാഗത ഒഴുക്കില്ലാത്തതിനാൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും ഇവിടുത്തെ കർഷകരും ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനവിഭാഗങ്ങളുമാണ്. വേലിയേറ്റം മൂലമുണ്ടാകുന്ന ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുന്നതിനാണ് ഷട്ടർ പൂട്ടിയത്. എന്നാൽ ഇപ്പോൾ ഷട്ടർ പൂട്ടിയതോടെ തങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് 700-ഓളം മത്സ്യം മാത്രം പിടിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബാംഗങ്ങൾ മുഴുവൻ ഇതിന് നമ്മൾ ചോദിക്കുക മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? 700-ഓളം കുടുംബങ്ങളാണ് ഇവിടെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് കഴിയുന്നത്. ദീർഘനാളത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സമരത്തിനൊടുവിൽ 2009-ലാണ് ഷട്ടർ തുറന്നത്. എന്നാൽ ഇപ്പോൾ ചില വ്യക്തികളുടെ താൽപര്യത്തിന് വഴങ്ങിയാണ് ഷട്ടർ പൂട്ടാൻ കളക്ടർ ഉത്തരവിട്ടതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം ഷട്ടർ തുറന്നാൽ ഉപ്പുവെള്ളം കയറുന്നത് മൂലം കൃഷി നശിക്കുന്നതിനും കുടിവെള്ളം മുട്ടുന്നതിനും എതിരെ നിരവധി കുടുംബങ്ങളും സമരരംഗത്താണ്. തലശ്ശേരി വളവുപാറ റോഡ് പണി നിലച്ചതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. റോഡ് പണി പാതി വഴിയിലായതോടെ ഇവിടെ ഗതാഗത സ്തംഭനം പതിവാകുകയാണ്. കച്ചവടക്കാരും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതേസമയം പണി നിലച്ചതുമായി ബന്ധപ്പെട്ട് KSTB അധികൃതരും കരാറുകാരും പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറുകയാണ്.
തലശ്ശേരി വളവുപാറ റോഡ് നിർമ്മാണം പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ തലശ്ശേരി ടൗൺ ഹാൾ മുതൽ എരഞ്ഞോളി പാലം വരെയുള്ള പ്രവൃത്തി കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത്. 3 മാസത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും പണി എവിടെയും എത്തിയില്ല. ഇപ്പോഴും ഈ റൂട്ടിൽ വൻ ഗതാഗത സ്തംഭനമാണെന്ന് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഇതേ നില തുടർന്നാൽ മഴയത്ത് റോഡ് ചെളിക്കുളമാവുമെന്നും വ്യാപാരികൾ കടക്കെണിയിലാവുമെന്നും ജനകീയ ആക്ഷൻ ഫോറം ചൂണ്ടിക്കാട്ടുന്നു. ശരിയാക്കണമെന്നാണ് ഒരു ഇതാണ് കാര്യം. ഇത്രയും പേടിയും ഇത് ഓടയും ഇതെല്ലാമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ കൂലിപ്പണിക്കാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടെന്ന് പറയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്ന് സർക്കാരോടും ചെറിയ തലശ്ശേരി മുനിസിപ്പാലിറ്റിയോടും വേണ്ടപ്പെട്ട അഭ്യർത്ഥിക്കുന്നുണ്ട്. ഫുള്ള് വെള്ളമായിരിക്കും. ഓവ് കംപ്ലീറ്റ് ബ്ലോക്കായിട്ടുള്ളത്. ഒരാഴ്ച ഒന്നും നടക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ താറിട്ട് നോക്കുമ്പോൾ മണത്തിൽ നിൽക്കാനും കഴിയുന്നില്ല. ഏതാ സ്മെല്ല് എന്താ പറയേണ്ടതെന്ന് ചെയ്യേണ്ട. പൊടി ശല്യം വേറെ, മാസം വാടക കൊടുക്കണ്ടേ, ചിലവ് നടക്കണ്ടേ ഡെയിലി. അതുകൊണ്ട് വളരെ വിഷമത്തിലുള്ള ആളും വരുന്നില്ല. ആകെ വിഷമത്തിലുള്ള സംഗതി. 8 ദിവസത്തോളമായി ഇവിടെ പണി നിലച്ചതുമായി ബന്ധപ്പെട്ട് KSTP അധികൃതരും കരാറുകാരും പരസ്പരം പഴി ചാരുകയാണ്. കരാർ ഏറ്റെടുത്ത കമ്പനി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിനാൽ തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയതാണ് പണി നിലയ്ക്കാൻ കാരണമെന്ന് KSTP അധികൃതർ പറയുന്നു. എന്നാൽ നിലവിൽ പൂർത്തിയായ ജോലിക്കുള്ള ഫണ്ട് പോലും KSTP അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇനി ടെൻഡർ വിളിച്ച് പുതിയ കരാറുകാരെ കണ്ടെത്താൻ 6 മാസമെങ്കിലും സമയമെടുക്കുമെന്നതാണ് വാസ്തവം. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. കന്നുകാലികളിലെ ഭക്ഷ്യവിഷബാധ പരിശോധനാ സംവിധാനം മലബാറിൽ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പരിയാരത്തെ ഫാമിൽ നിരവധി പശുക്കൾ ചത്തൊടുങ്ങിയ സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിമിതികൾ ചർച്ചയായത്. തളിപ്പറമ്പ് റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്നതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. റബ്ബർ വിലയിടിവും പാൽ ഉൽപാദന സംഭരണ രംഗത്തും പിന്നോക്കാവസ്ഥയാണ്. ഈ മേഖലയിലെ സൊസൈറ്റികളും പ്രവർത്തിക്കാത്ത അവസ്ഥയാണുള്ളത്. കണ്ണൂർ വിമാനത്താവളം ടെർമിനൽ നിർമ്മാണത്തിന് വേഗമേറിയതായി ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെ വിവിധ സമയക്രമം തയ്യാറാക്കി 24 മണിക്കൂറും പ്രവൃത്തി നടക്കുന്നുണ്ട്. ടെർമിനൽ നിർമ്മാണത്തോടൊപ്പം റൺവേ നിർമ്മാണവും അതിവേഗത്തിലാണ് പൂർത്തിയാകുന്നത്. ആറളം ഫാമിലെ കുടിവെള്ള പദ്ധതി ജലനിധി ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യുമെന്ന് കേരള കൗമുദിയിൽ വാർത്തയായി. 3500 കുടുംബങ്ങൾക്ക് കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി. 95% പൂർത്തിയായി കഴിഞ്ഞു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം. പഴയ ഭരണസമിതി നാളെ വീണ്ടും അധികാരമേൽക്കും. പിരിച്ചുവിടലിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി എ ഗ്രൂപ്പ്. ഹൈക്കോടതി ഉത്തരവ് ഐ ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയായെന്ന വിലയിരുത്തൽ. തലശ്ശേരി വളവുപാറ റോഡ് പണി നിലച്ചു. ഗതാഗത സ്തംഭനം പതിവായി. കച്ചവടക്കാർ ബുദ്ധിമുട്ടിൽ. പരസ്പരം പഴിചാരി കരാറുകാരും KSTP അധികൃതരും. ആക്ഷൻ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കാട്ടാമ്പള്ളി പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. കാട്ടാമ്പള്ളി ഷട്ടർ അടച്ചിട്ടതാണ് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഷട്ടർ തുറന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും മത്സ്യത്തൊഴിലാളികൾ. ബജറ്റ് തിരിച്ചടിയായി. ദിനേശ് PD വ്യവസായം പ്രതിസന്ധി. തിരിച്ചടിയായത് നികുതി വർധനവ്. 2 വർഷമായി പെൻഷൻ ലഭിക്കാതെ തൊഴിലാളികൾ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. With you, within your reach, Koili Heart Center, Koili Hospital, Kannur. Admissions to this temple of learning are now open. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സിൽക്സ്. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Naturals, Capital Mall, near Thana, Kannur. Indian Fashion, Abhilash Tourist Home, Station Road, Kannur. ശില്പഭംഗിയാർന്ന കരകൗശല വസ്തുക്കളുടെ നിറഞ്ഞ ശേഖരം. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. ഷീ കളക്ഷൻസ്, കണ്ണൂർ, തളിപ്പറമ്പ്. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ.
വാർത്തകളിലേക്ക്. ദിനേശ് ബീഡി വ്യവസായം പ്രതിസന്ധിയിലേക്ക്. ബജറ്റിൽ 14.5% നികുതി വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. നികുതി വർദ്ധിപ്പിച്ചതോടെ ഉൽപാദനവും കുറയും. ഇത് തൊഴിലാളികളെയും കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിക്കും. ഒരു റിപ്പോർട്ട്. 46 വർഷം വ്യവസായ പാരമ്പര്യമുള്ള ദിനേശ് ബീഡി വ്യവസായമാണ് പുതിയ നികുതി നിർദ്ദേശത്തോടെ പ്രതിസന്ധിയിലാകുന്നത്. 14.5% നികുതി വർദ്ധിപ്പിച്ചതോടെ ബീഡി വ്യവസായത്തിന് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിനേശ് ബീഡി കമ്പനിയിൽ കാസർഗോഡ്, കോഴിക്കോട് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. 6000 തൊഴിലാളികളാണ് ബീഡി വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്നത്. വലിയ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഉയർന്ന വിലയായിരിക്കും. അതിൻ്റെ മേലെ ടാക്സും കൂടെ വരുമ്പോൾ വലിയ വിലയാണ്. ഇതൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഇത് വളരെ കുറച്ച് ഉൽപ്പാദനത്തിന് മാത്രം കാണിച്ചുകൊണ്ടാണ് ഒട്ടുമിക്കവാറും ഈ ചെറുകിട ഉൽപ്പാദകരൊക്കെ ബീഡി മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ അന്തരം ബീഡിയുടെ വിലയിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് വിൽക്കാനുള്ള വലിയൊരു പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് ചെന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ വിപണി കുറഞ്ഞു വരും. സാധനം സ്റ്റോക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ ദിനം വെട്ടിക്കുറക്കേണ്ടി വരും. ഒരു 4 കൊല്ലം മുമ്പ് വരെ 4 ദിവസം മാത്രം ആഴ്ചയിൽ ജോലി ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് വീണ്ടും എത്തും. ഇപ്പോൾ 6 ദിവസം ജോലി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ 6 ദിവസം ജോലി എടുത്താൽ തന്നെ ഒരു നല്ല തൊഴിലാളിക്ക് തന്നെ 190 രൂപയെ കിട്ടുള്ളൂ. മറ്റുള്ള മേഖലയിൽ 800, 1000, 1500 രൂപയും കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേതനമല്ലേ. അപ്പോൾ അവരുടെ കുരു പോലെയാണ് ഇതിപ്പം വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. 1969 സർക്കാരിന്റെ അതീവ താൽപര്യത്തോടെ ആരംഭിച്ച ദിനേശ് ബീഡി വ്യവസായത്തോട് ഇന്ന് സർക്കാർ തന്നെ മുഖം തിരിക്കുന്നു. 1000 ബീഡിക്ക് 190 രൂപ എന്ന കണക്കിലാണ് വേതനം നൽകുന്നത്. ഒരാൾ ഒരു ദിവസം 900 ബീഡി വരെ ഉണ്ടാക്കും. ഒരു മാസം 4 കോടി രൂപയുടെ കച്ചവടം നടക്കും. മറ്റ് തൊഴിൽ ചെയ്ത് പരിചയമില്ലാത്തവരായതിനാൽ പൂർണ്ണമായും ഈ വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഭൂരിഭാഗം തൊഴിലാളികളും. നികുതി വർദ്ധിപ്പിച്ചതോടെ നിലവിൽ 12 രൂപയ്ക്ക് ലഭിക്കുന്ന കെട്ടുബീഡിക്ക് 15 രൂപയാകും. ഇത് വിതരണക്കാരെയും മൊത്ത വ്യാപാരികളെയും ചില്ലറ വ്യാപാരികളെയും പ്രതികൂലമായി ബാധിക്കും. നികുതി വർദ്ധിപ്പിച്ചതോടെ ഉൽപാദനം കുറയുകയും ചെയ്യും. ബീഡി തൊഴിലാളികൾക്കായി ആശ്വാസ പെൻഷൻ എന്ന പേരിൽ 500 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷമായി പെൻഷനും ലഭിക്കുന്നില്ല. ഇതിനിടയിലാണ് നികുതി ഭാരവും വ്യവസായത്തെ തകർക്കുന്നത്. ദിനേശ് ബീഡി വ്യവസായത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ ബീഡി വ്യവസായത്തിന്റെ പതനം അതിവിദൂരമല്ല. ഇന്ന് EMS അനുസ്മരണ ദിനം. ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച EMS അനുസ്മരണം CPM ജില്ലാ കമ്മിറ്റി അംഗം N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് ഇന്നത്തെ നിലയിലുള്ള കേരളത്തിന്റെ വളർച്ചയ്ക്ക് മാറ്റത്തിന് അടിത്തറയിട്ടത് EMS. തുടർന്ന് മരണം വരെ കേരളത്തിന്റെ ഓരോ വികസന ഘട്ടത്തിലും പദ്ധതികൾ തയ്യാറാക്കുന്നതിലും അദ്ദേഹം മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകിയതും പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നൽകിയതും ദിശാബോധം നൽകിയതുമെല്ലാം EMS ആണ് എന്ന് കാണുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും EMS ചരിത്ര കോർണറിന്റെയും ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് M മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ബൈജു, അരക്കൻ ബാലൻ, OK വിനീഷ്, പൂക്കോടൻ ചന്ദൻ, CV സാജു തുടങ്ങിയവർ സംസാരിച്ചു. KP സുധാകരനെ CPM കണ്ണൂർ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. നിലവിലെ സെക്രട്ടറിയായിരുന്ന N ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് KP സുധാകരനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. T രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗമാണ് സുധാകരനെ തിരഞ്ഞെടുത്തത്. N ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് സെക്രട്ടറി സ്ഥാനം ഒഴിവ് വന്നത്. നേരത്തെ കണ്ണൂർ ടൗൺ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം ഏരിയ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്നു. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പഴയകാലത്ത് ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല നേതാക്കളും വഹിച്ചു വന്നിട്ടുള്ള സ്ഥാനമാണ് കണ്ണൂർ ഏരിയയുടേത്. ഏരിയ കമ്മിറ്റിയുടെ ആരംഭം സഖാവ് ചടയൻ ഏരിയ സെക്രട്ടറി ആയിക്കൊണ്ടാണ്. പിന്നീട് സഖാക്കൾ EP ജയരാജൻ, C ബാലൻ, വൈക്കാടി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ ദീർഘകാലം കണ്ണൂർ ഏരിയയിലെ പാർട്ടിയെ നയിക്കുകയുണ്ടായി. തുടർന്ന് സഖാവ് N ചന്ദ്രൻ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ഏരിയ കമ്മിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാന മന്ദിരം പോലും ഉണ്ടാക്കിയെടുക്കുന്നതിൽ
ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുള്ള സഖാവാണ്. ജില്ലാ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സന്ദേശ ബോധവൽക്കരണ യാത്രയ്ക്ക് ഇരുവേരി PHCയിൽ സ്വീകരണം നൽകി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾക്കെതിരെ പ്രവർത്തിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ സന്ദേശ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചത്. വ്യക്തി ശുചിത്വത്തിലും ആരോഗ്യ മേഖലയിലും കേരളം ലോകത്തിന് മാതൃകയാണെങ്കിലും സാമൂഹ്യ ശുചിത്വ കാര്യത്തിൽ നാം പുറകോട്ടു പോവുകയാണെന്ന് VK പ്രകാശിനി പറഞ്ഞു. മഴക്കാലമാവുമ്പോൾ പൊതുവെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മഴക്കാലത്തല്ല അതിനു മുമ്പേ തന്നെ നമ്മൾ പ്രീ മൺസൂണിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും വിവിധ തലങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന മിക്ക സഹോദരിമാരും. ഭൂരിപക്ഷം ആളുകൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. PHC മെഡിക്കൽ ഓഫീസർ P കാർത്തിയായനി, PV അഭയൻ തുടങ്ങിയവർ സംസാരിച്ചു. സന്ദേശയാത്രയുടെ ഭാഗമായി ഓട്ടൻതുള്ളൽ, നാട്ടരങ്ങ്, മാജിക് ഷോ, നാടൻപാട്ട് തുടങ്ങിയവയും അരങ്ങേറി. സേവാഗ്രാം ഗ്രാമകേന്ദ്രം കിലയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ പാർട്ടി ജില്ലാ നേതാക്കൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. ജൂബിലി ഹാളിൽ കില ഡയറക്ടർ PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ അധ്യക്ഷത വഹിച്ചു. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ശില്പശാലയിൽ VP വമ്പൻ, K ശ്രീധരൻ, P വത്സരാജ്, PK വേലായുധൻ, M ലക്ഷ്മണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഗ്രാമസഭാ യോഗം പറയുന്നത് അതൊക്കെ തന്നെ വാർഡ് കേന്ദ്രീകൃതമാണ്. അപ്പോൾ വാർഡ് കേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പോൾ നമ്മുടെ കാലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. പഞ്ചായത്തിനെ ഒരു വികസന യൂണിറ്റായി കണ്ടുകൊണ്ട് ആ പഞ്ചായത്തിനെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ ഓരോ വികസന യൂണിറ്റായി കണ്ടുകൊണ്ട് വികസന പരിപാടികൾ ആവിഷ്കരിക്കുക, വാർഡ് അടിസ്ഥാനത്തിൽ കാണരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും AKG പഠന ഗവേഷണ കേന്ദ്രം 4ാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച റബ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ സെമിനാർ ഡോക്ടർ B ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും. 1000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറിൽ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട 4 ഗ്രൂപ്പ് തല ചർച്ചകൾ നടക്കും. മാഹിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരുടെ പണിമുടക്ക്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. തുടർച്ചയായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. നിരവധി ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ലഭിച്ച ശമ്പള വർധന 1100 രൂപയിൽ കുറയാതെ ഈ വർഷവും ലഭിക്കണമെന്നായിരുന്നു യൂണിയനുകളുടെ ആവശ്യം. എന്നാൽ പെട്രോൾ പമ്പ് ഉടമകൾക്ക് കമ്മീഷൻ കുറഞ്ഞതും മാഹിയിൽ വിൽപ്പനയിൽ 40 മുതൽ 50% വരെ കുറവുണ്ടായതും കാരണം ജീവനക്കാർ ആവശ്യപ്പെട്ട വർധന നൽകാനാവില്ലെന്നാണ് പമ്പുടമകളുടെ വാദം. BPL കുടുംബങ്ങൾക്ക് 150 രൂപ വീതം നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ തികയുന്നില്ലെന്ന് പരാതി. ഈ സാഹചര്യത്തിൽ കണ്ണൂർ നഗരസഭയിൽ ഈ മാസം 24, 25, 26 തീയതികളിൽ വരുന്നവർക്ക് മാത്രം പണം നൽകാൻ തീരുമാനിച്ചു. നേരത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് കൗൺസിൽ യോഗം ഈ തീരുമാനമെടുത്തത്. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമുള്ള BPL കുടുംബങ്ങൾക്ക് പ്രോത്സാഹന ഗ്രാന്റായി 150 രൂപ വീതം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിലേക്കായി കണ്ണൂർ നഗരസഭയ്ക്ക് കേന്ദ്ര ഫണ്ടായി 1,65,000 രൂപയും അനുവദിച്ചു. എന്നാൽ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് പട്ടികയിൽ പേര് ചേർത്ത 2352 കുടുംബങ്ങൾക്ക് 150 രൂപ വീതം നൽകാൻ 3,52,800 രൂപ ആവശ്യമായി വരും. നഗരസഭയ്ക്ക് ലഭിച്ച 1,65,000 രൂപ 11,000 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനേ തികയൂ. ബാക്കി വരുന്ന 1,532 കുടുംബങ്ങൾക്ക് നൽകാനായി 1,87,000 രൂപ കൂടി ആവശ്യമായി വരുമെന്ന അവസ്ഥയിലാണ് തുക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് നഗരസഭാ യോഗത്തിൽ ചർച്ചയുണ്ടായത്. 24, 25, 26 തീയതികളിൽ അപേക്ഷയുമായി എത്തുന്നവർക്ക് മാത്രം പണം നൽകാനാണ് തീരുമാനം. അതേസമയം അർഹരായ മുഴുവൻ ആളുകളും നിശ്ചിത തീയതിക്കകം അപേക്ഷയുമായി വന്നാൽ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിനു മാത്രം ഉത്തരമില്ല. മാതൃഭൂമിയുടെ 92ാം ജന്മദിനാഘോഷം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു. കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നതാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്ന് T പത്മനാഭൻ പറഞ്ഞു. കാലത്തിനൊത്തുള്ള കാഴ്ചപ്പാട് മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ടായാലേ കാലത്തെ അതിജീവിക്കാൻ സാധിക്കൂ എന്ന് T പത്മനാഭൻ പറഞ്ഞു. മാതൃഭൂമി എഡിറ്റോറിയൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ PV നിധീഷ് അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക അവാർഡ് ജേതാക്കളായ കണ്ണൂർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് T സോമൻ, ലതീഷ് പൂവത്തൂർ, ബിജു പരവത്ത്, PP ലിബീഷ് കുമാർ, ഷാജു ചന്തപുര, ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ക്ലബ് FM കോപ്പിറൈറ്റർ ജേക്കബ് എബ്രഹാം എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ T പത്മനാഭൻ സമ്മാനിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ചിറക്കൽ പഞ്ചായത്ത് 2015-16 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 13,99,43,963 രൂപ ബജറ്റിൽ വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയ ബജറ്റിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും മൃഗസംരക്ഷണത്തിനും കുട്ടികളുടെ പോഷകാഹാരത്തിനും തുക അനുവദിച്ചു. ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. SSLC ചോദ്യപേപ്പറിൽ മുസ്ലിം ലീഗിന്റെ ചിഹ്നം അച്ചടിച്ചതിൽ പ്രതിഷേധിച്ച യുവമോർച്ച അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ തെരുവിൽ പ്രകടനവും മന്ത്രി അബ്ദുറബ്ബിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. നേതാക്കളായ സച്ചിൻ P. രാജ, അർജുൻ, രാഹുൽ, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ ജവഹർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 10 പ്രശസ്ത ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി MV മോഹനൻ അറിയിച്ചു. മത്സരം നാളെ 4:30 ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ പയ്യന്നൂർ കോളേജ് ജൂനിയർ ജിംഖാനയുമായി ഏറ്റുമുട്ടും. മോസ്റ്റ് ബാക്ക്വേർഡ്സ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ചിറക്കൽ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. KM ഷാജി MLA ഉദ്ഘാടനം ചെയ്യും. MBCF സംസ്ഥാന ജനറൽ സെക്രട്ടറി S. കുട്ടപ്പൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പരമ്പരാഗത തൊഴിൽ ചെയ്തു വരുന്ന സമുദായങ്ങളുടെ ഐക്യനിരയാണ് MBCF എന്ന് ഭാരവാഹികൾ പറഞ്ഞു. അറിയിപ്പുകൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള SIETയുടെ കണ്ണൂർ സ്റ്റോറിൽ നിന്ന് 8ാം ക്ലാസ്സിലെ ഫിസിക്സ്, കണക്ക്, വിഷ്വൽ പഠന സീഡികൾ വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ളവർ 049024901001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള കണ്ണൂർ ജില്ലാ ടീമിനെ 22-ന് രാവിലെ 8 മണിക്ക് കോണൂർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തെരഞ്ഞെടുക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9895739103 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചെസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാതല ഓപ്പൺ ചെസ് മത്സരം നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9847442119. പെരുമാച്ചേരി ARD 248 റേഷൻ ഷോപ്പിലെ കാർഡുടമകളുടെ പുതിയ റേഷൻ കാർഡിനുള്ള ഫോട്ടോ എടുക്കൽ നാളെ 9 മണി മുതൽ 5 മണി വരെ പെരുമാച്ചേരി അങ്കനവാടിയിൽ നടക്കും. പാപ്പിനിശ്ശേരി ദേശസേവാ സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കവിയരങ്ങും പ്രഭാഷണവും സംഘടിപ്പിക്കുന്നു. 27-ന് കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KPSU പാപ്പിനിശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ യാത്രയയപ്പ് സമ്മേളനം 22-ന് 10 മണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തോട്ടട മോർണിംഗ് സ്റ്റാർ ഷട്ടിൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഷട്ടിൽ ടൂർണമെന്റ് ഏപ്രിൽ 2, 3, 4 തീയതികളിൽ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടക്കും. ബ്ലോക്ക് തലത്തിലാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9745622688 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം. പഴയ ഭരണസമിതി നാളെ വീണ്ടും അധികാരമേൽക്കും. പിരിച്ചുവിടലിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി A ഗ്രൂപ്പ്. ഹൈക്കോടതി ഉത്തരവ് I ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയായെന്ന വിലയിരുത്തൽ. തലശ്ശേരി വളവുപാറ റോഡ് പണി നിലച്ചു. ഗതാഗത സ്തംഭനം പതിവായി. കച്ചവടക്കാർ ബുദ്ധിമുട്ടിൽ. പരസ്പരം പഴിചാരി കരാറുകാരും KSTP അധികൃതരും. ആക്ഷൻ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കാട്ടാമ്പള്ളി പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. കാട്ടാമ്പള്ളി ഷട്ടർ അടച്ചിട്ടതാണ് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഷട്ടർ തുറന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും മത്സ്യത്തൊഴിലാളികൾ. ബജറ്റ് തിരിച്ചടിയായി. ദിനേശ് BD വ്യവസായം പ്രതിസന്ധി. തിരിച്ചടിയായത് നികുതി വർധനവ്. 2 വർഷമായി പെൻഷൻ ലഭിക്കാതെ തൊഴിലാളികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.